എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനി സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സാഹിത്യ വിഭാഗത്തിൽ അധ്യാപികയാണ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന കൃതി ഒരു സംസ്കൃത മഹാകാവ്യമാണ്. പേര് കിരാതാർജുനീയം. സംസ്കൃത മഹാകാവ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു വർഷം ആദ്യ ശതകങ്ങളിൽ തന്നെ രൂപം കൊണ്ടിട്ടുള്ള ഒരു സാഹിത്യശാഖയാണ് മഹാകാവ്യം എന്നത്. 7-ാം നൂറ്റാണ്ട് AD കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദണ്ഡി എന്ന സാഹിത്യശാസ്ത്രകാരൻ മഹാകാവ്യങ്ങളുടെ ലക്ഷണത്തെ ഇപ്രകാരം പറയുന്നുണ്ട്. സർഗബന്ധോ മഹാകാവ്യം ഉച്യത്തെ തസ്യ ലക്ഷണം ആശിർ നമസ്ക്രിയാ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം ഇതിഹാസ കഥോദ്ഭൂതം ഇതരദ്വാ സദാശ്രയം ചതുർവർഗഫലോപേതം ചതുരോദാത്തനായകം നഗരാർണവ ശൈലർത്തു ചന്ദ്രാർക്കോദയവർണ്ണനേർ ഉദ്യാന സലിലക്രീഡാ മധുപാന രഥോത്സവേർ വിപ്രലംഭൈർ വിവാഹൈശ്ച കുമാരോദയവർണ്ണനൈ മന്ത്രദ്യൂതപ്രയാണാജി നായകാഭ്യുദയൈരപി അലങ്കൃതമസംക്ഷിപ്തം രസഭാവനിരന്തരം സർഗൈരനതിവിസ്തീർണൈർ ശ്രവ്യവൃത്തൈ സുസന്ധിഭി സർവത്ര ഭിന്നവൃത്താന്തേർ ഉപേതം ലോകരഞ്ജകം കാവ്യം കൽപ്പാന്തരസ്ഥായി ജായേത സതലംകൃതി. സർഗങ്ങളായി വിഭജിച്ചിട്ടുള്ളതും ഇതിഹാസങ്ങളായ മഹാഭാരതത്തെയും രാമായണത്തെയും ഉപജീവിക്കുന്നതും അല്ലെങ്കിൽ പ്രസിദ്ധമായ കഥകളെ ഉപജീവിക്കുന്നതും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളുടെ ഫലം നൽകാൻ കഴിവുള്ളതും 4 തരം നായകന്മാർ, ധീരോദാത്തൻ, ധീരലളിതൻ, ധീരശാന്തൻ, ധീരോദ്ധതൻ, ഇത്തരത്തിലുള്ള നായകന്മാരുള്ളതും നഗരം, സമുദ്രം, ഋതു, ചന്ദ്രോദയം, സൂര്യോദയം, ഉദ്യാനം, സലിലക്രീഡ, മധുപാനം തുടങ്ങിയ തരത്തിലുള്ള വർണ്ണനകളോട് കൂടിയതും വിവാഹം, വിരഹം, പുത്രലബ്ധി തുടങ്ങിയ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആലോചനകൾ, യുദ്ധം, ദൂത്, നായകന് നന്മ വരുന്ന കാര്യങ്ങൾ ഇവ വർണ്ണിക്കുന്നതും അലങ്കാരങ്ങളോട് കൂടിയതും രസങ്ങളും ഭാവങ്ങളും നിരന്തരമായി വരുന്നതും വിസ്തൃതമായി കഥയെ പ്രതിപാദിക്കുന്നതും ആയ, കേൾക്കാൻ സുഖമുള്ള വൃത്തങ്ങളിൽ കൂടി വിസ്തൃതമായിട്ട് കഥയെ പ്രതിപാദിക്കുന്നതും നല്ല രീതിയിൽ പദങ്ങൾ യോജിപ്പിച്ചിട്ടുള്ളതും എല്ലായിടത്തും വിഭിന്നമായ കഥാംശങ്ങളെ ഉൾക്കൊള്ളുന്നതും ആണ് മഹാകാവ്യം എന്നാണ് ദണ്ഡിയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന കാവ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ലക്ഷണം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ദണ്ഡിയുടെ കാലമാകുമ്പോഴേക്കും കാളിദാസൻ്റെയും ഭാരവിയുടെയും ഒക്കെ തന്നെ കൃതികൾ രചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഭാഷാ പഠനത്തിന് ഒരു പ്രധാന ഉപാധിയായിട്ടാണ് കാവ്യപഠനം കേരളത്തിലൊക്കെ കണ്ടിരുന്നത്. കാളിദാസൻ്റെയും ഭാരവിയുടെയും മാഘൻ്റെയും നൈഷധകാരൻ്റെയും ഒക്കെ കാവ്യങ്ങൾ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ എന്നും സംസ്കൃത പഠനത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന കിരാതാർജുനീയം എന്ന കാവ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും സഹൃദയപ്രീതി നേടിയ 5 കാവ്യങ്ങളെയാണ് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പ്രസിദ്ധി നേടിയവയായിട്ട് കണക്കാക്കുന്നത്. കാളിദാസൻ്റെ കുമാരസംഭവവും രഘുവംശവും, ഭാരവിയുടെ കിരാതാർജുനീയം, മാഘൻ്റെ ശിശുപാലവധം, ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം അഥവാ നൈഷധം ഇവയാണ് പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നവ. ഇവയിൽ കിരാതാർജുനീയം എന്ന കൃതിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി ഈ കൃതി രചിച്ച ഭാരവിയുടെ ദേശവും കാലവും ഏതായിരുന്നു എന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് ലഭ്യമായ തെളിവുകൾ ആസ്പദമാക്കിയിട്ട് 6-ാം നൂറ്റാണ്ട് AD ജീവിച്ചിരുന്ന ഒരു കവിയാണ് എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ചാലൂക്യ രാജാക്കന്മാരുടെ ഐഹോൾ ലിഖിതത്തിൽ ഭാരവി കാളിദാസനോടൊപ്പം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ലിഖിതത്തിൻ്റെ കാലം 634 AD ആണ്. ഇതുകൂടാതെ കാഞ്ചീപുരത്ത് ജീവിച്ചിരുന്ന ദണ്ഡി എന്ന നേരത്തെ പരാമർശിച്ച പ്രസിദ്ധനായ ആലങ്കാരികൻ
തൻ്റെ അവന്തി സുന്ദരി കഥയിലും ഭാരവിയെ പരാമർശിച്ചിട്ടുണ്ട്. ദുർവിനീതൻ എന്ന രാജാവിൻ്റെ സദസ്സനായിരുന്നു എന്ന് ഭാരവിയെക്കുറിച്ച് പറയപ്പെടുന്നു. കാവേരി തീരത്ത് താലവനപുരം, ഇന്നത്തെ കർണാടകയിലാണ് ഈ സ്ഥലം വരിക, ഗാംഗേയ രാജാവായിരുന്ന ദുർവിനീതൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്നു ഭാരവി എന്നും ചരിത്രകാരന്മാർ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 6-ാം നൂറ്റാണ്ട് AD ആണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരവിയുടെ കാലഘട്ടം 6-ാം നൂറ്റാണ്ടായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ദേശമാകട്ടെ ദാക്ഷിണാത്യമായ കർണാടക ദേശവും. ഇദ്ദേഹത്തിൻ്റെ ലഭ്യമായ ഏക കൃതിയാണ് കിരാതാർജുനീയം. അർത്ഥഗൗരവത്തിന്, അതായത് ഉദാത്തമായ അർത്ഥതലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കവിയായിട്ടാണ് ഭാരവി അറിയപ്പെടുന്നത്. ഭാരവിയുടെ ശൈലി കുറച്ച് ഗഹനമാണ്, ഗൗഡീയം എന്നാണ് അതിനെക്കുറിച്ച് ആലങ്കാരികന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. കുന്തകൻ എന്ന ആലങ്കാരികൻ പറയുന്നത് വിചിത്രം എന്ന കാവ്യമാർഗത്തിൻ്റെ ലക്ഷണമായിട്ട് ഭാരവിയുടെ കാവ്യത്തിനെ കാണാം എന്നാണ്. 18 സർഗങ്ങളിലായിട്ട് പാണ്ഡവ കഥ പ്രതിപാദിക്കുന്ന കാവ്യമാണ് കിരാതാർജുനീയം. അർജുനൻ്റെ ദിവ്യാസ്ത്ര ലാഭമാണ് പ്രധാന പ്രതിപാദ്യം. അർജുനനും കിരാതരൂപിയായ ശിവനും തമ്മിലുള്ള യുദ്ധം വളരെ വിസ്തൃതമായി വർണ്ണിക്കപ്പെടുന്നത് കൊണ്ട് കിരാതാർജുനീയം എന്ന പേര് കാവ്യത്തിന് ലഭിക്കുന്നു. കാവ്യം വീരരസപ്രധാനമാണ്. രസങ്ങളിൽ വീരം വളരെ പ്രധാനപ്പെട്ട ഒരു രസമായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ സ്ഥായിയായിട്ട് നമ്മൾ പറയുക ഉത്സാഹം എന്ന ഭാവത്തിനെയാണ്. ഒരു പരാജിതമായ അവസ്ഥയിൽ നിന്ന് വലിയ ഉത്സാഹത്തിലൂടെ വലിയ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു കഥയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തിന് പ്രാധാന്യം കിട്ടുന്ന ഈ കാവ്യം വീരരസപ്രധാനമെന്ന് പറയാവുന്നതാണ്. മഹാഭാരതത്തിലെ വനപർവത്തിൽ 27 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കഥയാണ് മൂലകഥയായി കവി സ്വീകരിക്കുന്നത്. കാവ്യത്തിന് അനുഗുണമായ വ്യതിയാനങ്ങൾ കവി കൃതിയിൽ വരുത്തുന്നതായി കാണാം. ശ്രീ എന്ന വാക്ക് സർഗത്തിൻ്റെ തുടക്കത്തിലും ലക്ഷ്മി എന്ന വാക്ക് സർഗത്തിൻ്റെ അന്ത്യത്തിലുമുള്ള ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നായകൻ്റെ ഐശ്വര്യപ്രാപ്തി ആയിരിക്കാം ഒരുപക്ഷെ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് കണക്കാക്കാം. അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് പ്രധാന വ്യാഖ്യാതാവായ മല്ലിനാഥൻ ഇപ്രകാരം പറയുന്നു: നാരികേലഫലസന്നിപം വചോ ഭാരവേ സപതി യദ്വിഭജ്യതേ സദ്വയന്തുരസഗർഭനിർഭരം സാരമസ്യ രസികായഥേപ്സിതം എന്നാണ് മല്ലിനാഥൻ്റെ അഭിപ്രായം. നാളികേരം പോലെ പുറം കട്ടിയുള്ളതും ആ കട്ടിയുള്ള പുറന്തോടിനെ പൊളിച്ച് ഉള്ളിൽ കടന്നാൽ മാത്രം രസപൂർണമായ ഉള്ളോടുകൂടിയതും രസികർക്ക് ആവോളം ആസ്വദിക്കാൻ ഉതകുന്നതുമാണ് കിരാതാർജുനീയം എന്നാണ് മല്ലിനാഥൻ അഭിപ്രായപ്പെടുന്നത്. ഈ കൃതിക്ക് 37 വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമല്ലാതെ ഏതെങ്കിലും ഒരു സർഗത്തിന് മാത്രമുള്ള വ്യാഖ്യാനങ്ങൾ വേറെയുമുണ്ട്. ഉദാഹരണമായി കവിയുടെ പ്രോത്സാഹകനായ ദുർവിനീതൻ ഒരു സർഗത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. ഇവയിൽ ഗണ്ഡാപദം എന്ന വ്യാഖ്യാനമാണ് പ്രധാന വ്യാഖ്യാനമായി കണക്കാക്കപ്പെടുന്നത്. മല്ലിനാഥനാണ് വ്യാഖ്യാതാവ്. അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടത്രേ. ഒരു വനം പോലെ ദുർഗ്രഹമാണ് കിരാതാർജുനീയം. വനത്തിലേക്ക് പോകുമ്പോൾ പശുക്കൂട്ടങ്ങൾ വനത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പശുക്കൂട്ടങ്ങൾ വനത്തിലേക്ക് പോകുമ്പോൾ അതിൽ മുൻപിലുള്ള പശുവിൻ്റെ കഴുത്തിൽ മണി ഉണ്ടായിരിക്കും. ഈ പശുവിൻ്റെ കഴുത്തിലെ മണിനാദം അനുസരിച്ചിട്ടാണ് മറ്റു പശുക്കളും അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഈ മണിയൊച്ചയാണ്. അതുപോലെ മല്ലിനാഥൻ്റെ പദാർത്ഥ പ്രകാശനം, ഓരോ പദത്തിനും മല്ലിനാഥൻ അർത്ഥം പ്രകാശിപ്പിക്കുന്നത് കിരാതാർജുനീയമായ ആകുന്ന വനത്തിൽ സുഗമമായ സഞ്ചാരത്തിന് സഹൃദയർക്ക് സഹായകമാകും എന്നാണ് മല്ലിനാഥൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് വ്യാഖ്യാനത്തിന് ഗണ്ഡാപദം എന്നുള്ള പേര് അദ്ദേഹം നൽകുന്നത്. ദുര്യോധനൻ്റെയും ശകുനിയുടെയും തന്ത്രം കൊണ്ട് ചൂതുകളിയിൽ പരാജയപ്പെട്ട് രാജ്യവും ഐശ്വര്യവും വെടിഞ്ഞ് കളിയിലെ കരാർ അനുസരിച്ച് 12 വർഷത്തെ വനവാസത്തിനായി യുധിഷ്ഠിരൻ സഹോദരങ്ങളോടും പത്നിയോടും ഒപ്പം ദ്വൈതവനം എന്ന ഭൂമിയിൽ താമസമാക്കുന്നു. ദുര്യോധനൻ്റെ രാജ്യഭരണത്തെക്കുറിച്ച് അറിയാൻ ഒരു വനേചരൻ, കാട്ടിൽ സഞ്ചരിച്ച് ജീവനം കണ്ടെത്തുന്ന ആളെയാണ് വനേചരൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വനേചരനെ തൻ്റെ ചാരനായി ഹസ്തിനപുരത്തിലേക്ക് അദ്ദേഹം അയക്കുന്നു.
ഇത്തരത്തിലുള്ള ആളുകളെയാണ് പണ്ട് രാജാക്കന്മാർ ചാരവൃത്തിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. കാട്ടിൽ ജീവിക്കുന്നവർ, സന്യാസിമാർ, അങ്ങനെ പലരെയും ചാരന്മാരെ നിയോഗിക്കുന്നുണ്ട്. ഇവിടെ വനേചരനെയാണ് ചാരനായി നിയോഗിച്ചു എന്ന് പറയുന്നത്. കാവ്യം തുടങ്ങുന്നത് തന്നെ ഈ വനേചരൻ തിരിച്ചെത്തി പറയുന്ന വാക്കുകളിലൂടെയാണ്. ശ്രിയക്കുരുണാമധിപസ്യ പാലനിം പ്രജാസു വൃത്തിം യമയുക്തവേദിതും സവർണിലിംഗീ വിദിത സമായയൗ യുധിഷ്ഠിരം ദ്വൈതവനേ വനേചര. ഏതൊരു വനേചരനെയാണോ രാജ്യഭരണത്തിൻ്റെ ഐശ്വര്യം എങ്ങനെയുണ്ട്, അയാൾ രാജ്യഭരണം എങ്ങനെയാണ് നടത്തുന്നത് ദുര്യോധനൻ എന്ന് അറിയിക്കാൻ വേണ്ടി അയച്ചത്, അയാൾ തിരിച്ചെത്തിയിട്ട് ഇപ്രകാരം യുധിഷ്ഠിരനോട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ പറയുമ്പോൾ വന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വളരെ സത്യസന്ധനാണ് ഈ വനേചരൻ. അദ്ദേഹം മറച്ചു വയ്ക്കാനോ ലാഭം നേടാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഉള്ള വസ്തുത ഉള്ള പോലെ പറയുക എന്നുള്ളതാണ് വനേചരൻ തൻ്റെ കർത്തവ്യമാണ് ആയിട്ട് കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ക്രിയാസു യുക്തേർനൃപചാര ചക്ഷുഷോ ന വഞ്ചനീയ പ്രഭവോനുജീവിപി അദോർഹസി ക്ഷന്തുമസാധു സാധുവാ ഹിതം മനോഹാരി ച ദുർലഭം വച. ഒരു പ്രവൃത്തിയിൽ ഒരാളെ നമ്മൾ നിയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ അത് സത്യസന്ധമായിട്ട് ചെയ്യുകയാണ് വേണ്ടത്. ചെയ്തിട്ട് ആരാണോ പ്രവൃത്തി ഏൽപ്പിച്ചത് അയാളോട് വന്ന് കൃത്യമായ വിവരം നൽകുകയാണ് വേണ്ടത്. അത് കേൾക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കരുത്. കാരണം ഹിതവും മനോഹരവുമായ വാക്ക് ഒന്നിച്ചൊരിക്കലും സംഭവിക്കില്ല. ഹിതമായ വാക്ക് പലപ്പോഴും മനോഹരമായിരിക്കില്ല. ഇവിടെ പറയാൻ പോകുന്നത് യുധിഷ്ഠിരന് സന്തോഷമുള്ള കാര്യങ്ങളല്ല. പക്ഷേ യുധിഷ്ഠിരൻ ആ സന്തോഷമില്ലാത്ത കാര്യങ്ങളെ ഉൾക്കൊണ്ടേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് മനോഹരമല്ലാത്തതെങ്കിലും ഹിതമായ വാക്കുകളെ വനേചരൻ ഇവിടെ വന്ന് പറയുന്നത്. വളരെ സമർത്ഥമായിട്ട് ദുര്യോധനൻ എല്ലാവരെയും വരുതിയിലാക്കിയിട്ട് തൻ്റെ ഭരണം സമർത്ഥമായി മുൻപോട്ട് കൊണ്ടുപോകുന്നു. പ്രജകൾ തൃപ്തരാണ് എന്നുള്ള വാർത്തയാണ് വനേചരൻ ചുരുക്കത്തിൽ അവിടെ അറിയിക്കുന്നത്. എന്നാൽ എപ്പോഴും ദുര്യോധനൻ പാണ്ഡവരെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തയും അതിനോടൊപ്പം തന്നെ വനേചരൻ പറയുന്നുണ്ട്. ആരെങ്കിലും യാദൃച്ഛികമായി യുധിഷ്ഠിരൻ്റെ പേര് പരാമർശിച്ചാൽ അർജുനൻ്റെ പരാക്രമത്തെക്കുറിച്ചോർത്ത് യുധിഷ്ഠിരൻ്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ച് മുഖം കുനിച്ച് ദുഃഖിക്കുന്നവനായിട്ട്, മുഖം കുനിച്ച് സംശയത്തോട് വീക്ഷിക്കുന്നവനായിട്ടാണ് ദുര്യോധനനെ കാണുന്നത് എന്നുള്ള വാർത്തയും വനേചരൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തെ ഇങ്ങനെയുള്ള ഒരു ഭരണം അവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ദുര്യോധനൻ സമർത്ഥനായി രാജ്യം ഭരിക്കുന്നു എന്നുള്ള വാർത്ത യുധിഷ്ഠിരനിൽ ഉണ്ടാക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അതുപോലെ യുധിഷ്ഠിരനോടൊപ്പം ഈ വിഷയങ്ങൾ കേൾക്കുന്ന ഭീമസേനനിലും ദ്രൗപദിയിലും ചില ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ദ്രൗപദിയാണ് സംസാരിക്കുന്നത്. ദ്രൗപദി യുധിഷ്ഠിരനോട് പറയുകയാണ്, ദുര്യോധനൻ്റെ ഭരണം സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിന് മുൻപ് എങ്ങനെയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം, നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരിച്ചെടുക്കേണ്ടത്, അതിന് മാർഗങ്ങൾ എന്താണ് എന്ന് ദ്രൗപദി പറയുന്നു. ഒരിക്കലും ക്ഷമ നന്നല്ല എന്നും പരാക്രമം കാണിച്ച് വീണ്ടും രാജ്യം നേടിയെടുക്കുകയാണ് വേണ്ടത് എന്നുമാണ് ദ്രൗപദിയുടെ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ദുര്യോധനൻ്റെ ഭരണം സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിന് മുൻപ് എങ്ങനെയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു നേടേണ്ടത്, അതിന് മാർഗങ്ങൾ എന്ത് എന്നാണ് ദ്രൗപദിയും ഭീമനും പറയുന്നത്. എങ്കിൽ കാത്തിരുന്ന് ക്ഷമയോടെ ഉചിതമായ അവസരം അന്വേഷിച്ച്, അതായത് രന്ധ്രാന്വേഷിയായിട്ട് യുധിഷ്ഠിരൻ പറയുന്നത് എപ്പോഴെങ്കിലും ദുര്യോധനൊരു വീഴ്ച പറ്റും, ആ വീഴ്ചയെ അവസരമാക്കി എടുക്കണം, രന്ധ്രത്തെ അവസരമാക്കി എടുത്തുകൊണ്ട് നമ്മൾക്ക് വിജയം നേടാം എന്നാണ് യുധിഷ്ഠിരൻ്റെ പക്ഷം. അധികകാലം നല്ല രാജാവ് എന്ന തൻ്റെ മൂടുപടത്തിൽ തുടരാൻ ചതിയനായ ദുര്യോധനന് കഴിയില്ല. അയാളുടെ യഥാർത്ഥ സ്വഭാവം വൈകാതെ വെളിവാകും, അപ്പോൾ തിരിച്ചടിക്കാം എന്നാണ് യുധിഷ്ഠിരൻ്റെ നിലപാട്. ഭീമൻ്റെ ആവശ്യം എന്നാൽ ദ്രൗപദിയെ പിന്തുണച്ചുകൊണ്ടാണ് ഭീമനും സംസാരിക്കുന്നത്. ഉടനെ പ്രവർത്തിക്കണം എന്നുള്ള ആഹ്വാനത്തെ യുധിഷ്ഠിരൻ ഒരു തരത്തിലും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. യുധിഷ്ഠിരൻ ഇങ്ങനെയാണ് പറയുന്നത്, സഹസാവിദധീതനക്രിയം അവിവേക പരമാപദം പദം വൃണുദേഹി വിമൃശ്യകാരിണം ഗുണലുബ്ധ സ്വയമേവ സമ്പദ. തിടുക്കത്തിൽ തീരുമാനമെടുത്ത് പ്രവർത്തിക്കരുത്. അവിവേകമാണ് എല്ലാ ആപത്തിനും കാരണം. ആലോചിച്ച് പ്രവർത്തിക്കുന്നവൻ്റെ ഗുണങ്ങളിൽ ആകൃഷ്ടരായി എല്ലാ സമ്പത്തുകളും അവനെ തേടിയെത്തും.
എന്നാണ് യുധിഷ്ഠിരൻ്റെ വാക്കുകൾ. അവരുടെ ഈ ചർച്ചയ്ക്കിടയിലേക്ക് മഹർഷിയായ വ്യാസൻ, മഹാഭാരത കർത്താവായ വ്യാസൻ മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും സ്വയം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും, സ്വയം വന്ന് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മഹാഭാരതത്തിലെ വനപർവ്വത്തിലെ ഈ സന്ദർഭത്തിലും അങ്ങനെ വ്യാസൻ കടന്നു വരുന്നുണ്ട്. കിരാതാർജുനീയത്തിലും ഈ സന്ദർഭത്തിൽ വ്യാസൻ കടന്നു വരുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അവരുടെ ചർച്ചയ്ക്കിടയിലേക്ക് മഹർഷി വ്യാസൻ കടന്നു വരുന്നു. തപോധനനാണെങ്കിലും ഒരു പക്ഷത്തെയും പിടിക്കാത്തവനും പക്ഷപാതരഹിതനുമൊക്കെ ആണെങ്കിലും ഗുണസമ്പൂർണരായ യുധിഷ്ഠിരാദികളുടെ ഈ അവസ്ഥ, ഈ ദുരവസ്ഥ കാണുമ്പോൾ അത് മഹർഷിയെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഭൂമി നേടേണ്ടത് വിക്രമം കൊണ്ട് തന്നെ എന്ന പക്ഷമാണ് വ്യാസനും പറയാനുള്ളത്. അല്ലാതെ ക്ഷമയല്ല വ്യാസനും ഉപദേശിക്കുന്നത്. അതിന് ശ്രേഷ്ഠമായ യുദ്ധതന്ത്രങ്ങൾ വേണം, ദിവ്യാസ്ത്രങ്ങളും ദേവതാനുഗ്രഹവും നേടണം. അതിന് യോഗ്യനായി മഹർഷി കാണുന്നത് അർജുനനെയാണ്. അർജുനനോട് തപസ്സനുഷ്ഠിക്കാനാണ് മഹർഷി ആവശ്യപ്പെടുന്നത്. ഇന്ദ്രകീലം എന്ന ഹിമാലയത്തിനടുത്തുള്ള പർവ്വതത്തിൽ ചെന്ന് ഇന്ദ്രപ്രീതിക്കായി തപസ്സനുഷ്ഠിക്കാൻ മഹർഷി അർജുനനോട് നിർദ്ദേശിക്കുന്നു. അർജുനനെ ഉടനെ തന്നെ ആ പർവ്വതത്തിലേക്ക് എത്തിക്കാൻ, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചെത്തേണ്ട അവസ്ഥയല്ല പറയുന്നത്, ഉടനെ തന്നെ തപസ് തുടങ്ങണം. അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രകീലത്തിൽ എത്തിക്കാനായി ഒരു യക്ഷനെയും നിയോഗിക്കുന്നു. യക്ഷൻ ഇന്ദ്രകീലത്തിലെത്തി ഇന്ദ്രിയ സംയമം അർജുനന് ഉപദേശിക്കുന്നു. അർജുനൻ ഘോരമായ തപസ് അനുഷ്ഠിക്കുന്നു. അപ്പോൾ ആ തപസ്സിനെ പരീക്ഷിക്കാനായിട്ട് ഇന്ദ്രൻ തൻ്റെ പുത്രനായിട്ടുള്ള അർജുനൻ തപസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തപസ്സിനെ പരീക്ഷിക്കാനായിട്ട് അപ്സരസ്സുകളെ അയക്കുന്നു. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ അർജുനൻ്റെ ഘോരമായ തപസ് ഇളക്കാൻ സാധ്യമാകുന്നില്ല. അങ്ങനെ തൻ്റെ പുത്രൻ്റെ തപശക്തി പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ മഹർഷി വേഷധാരിയായിട്ട് അർജുനൻ്റെ മുൻപിൽ എത്തിച്ചേരുകയും ഫലസിദ്ധിക്കായിട്ട് ശിവനെ തപസ് ചെയ്യണം എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. അർജുനൻ ഈ നിർദ്ദേശം കേട്ട് സന്തോഷത്തോടുകൂടി ശിവപ്രീതിക്കായി തപസ്സനുഷ്ഠിക്കുന്നു. ഈ ഘോര തപസ്സിൽ, ശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഘോര തപസ് മഹർഷിമാരെ പോലും ആകുലരാക്കുന്നു. അങ്ങനെ മഹർഷിമാർ ശിവനെ സമീപിച്ച് ഈ വിവരങ്ങൾ, ഇങ്ങനെ ഒരാൾ തപസ് ചെയ്യുന്നു എന്ന വിവരങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അർജുനൻ വിഷ്ണുവിൻ്റെ അംശാവതാരമാണ്, ദേവതകളുടെ കാര്യം സാധിക്കേണ്ടവനാണ്, അതുകൊണ്ട് ഘോരമായ തപസ് ഉചിതമാണ്, അതുകൊണ്ട് അദ്ദേഹം തപസ് തുടരട്ടെ എന്ന മട്ടിലാണ് ശിവൻ മഹർഷിമാരോട് സംസാരിക്കുന്നത്. ഇതിനിടെ മൂകൻ എന്ന അസുരൻ വരാഹരൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. കിരാതവേഷധാരിയായ ശിവനും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളും അർജുനൻ്റെ രക്ഷയ്ക്കായി ഇറങ്ങുന്നു. ശിവൻ്റെയും അർജുനൻ്റെയും ബാണങ്ങൾ ഒരേ സമയം മൂകാസുരൻ എൻ്റെ മേൽ, വരാഹരൂപിയായ മൂകാസുരൻ്റെ മേൽ പതിക്കുന്നു. കിരാതൻ്റെ അനുചരന്മാർ വന്നിട്ട് പറയുകയാണ്, ഈ കിരാതൻ്റെ അമ്പേറ്റിട്ടാണ് ഈ വരാഹം മരിച്ചത് എന്ന് പറയുന്നു. എന്നാൽ അർജുനൻ പറയുന്നു തൻ്റെ ബാണം കൊണ്ടാണ് വരാഹം മരിച്ചുപോയത് എന്ന്. ഇങ്ങനെ ഈ വാദം തുടരുകയും അത് അവസാനം പരസ്പര യുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശിവനും അർജുനനും നേരിട്ട് യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തിനിടയിൽ ഇത്ര സമർത്ഥനായ യോദ്ധാവായ ഈ കിരാതൻ ആര് എന്ന് അർജുനൻ പല മട്ടിൽ സംശയിക്കുന്നുണ്ട്. അർജുനന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത്രയും ശക്തനും യുദ്ധവീരനുമായ കിരാതൻ ആര് എന്ന്. അങ്ങനെ കുറേ നേരം യുദ്ധം ചെയ്യുകയും അവസാനം ക്ഷീണിതരായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും. എങ്കിലും അർജുനൻ്റെ യുദ്ധകൗശലം നല്ലവണ്ണം പരീക്ഷിച്ചറിഞ്ഞ് തൃപ്തി അടഞ്ഞിട്ടാണ് ശിവൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ അർജുനന് മുമ്പിൽ വെളിവാക്കുന്നത്. അർജുനൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് പാശുപതം എന്ന ശിവസംബന്ധിയായ അസ്ത്രത്തെ നൽകുകയും അതുപോലെ തന്നെ ധനുർവേദത്തെ ശിവൻ ഇദ്ദേഹത്തിനായിട്ട്, അർജുനായിട്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കാവ്യം പൂർണ്ണമാകുന്നത്. അവിടുത്തെ ആ കാവ്യം പൂർണ്ണമാക്കുന്ന ശ്ലോകം ഇതാണ്: ഇതി നിഗദിതവന്തം സൂനുമുച്ചർമഘോന പ്രണതശിരസമീശ സാദരം സാന്തയിത്വ ജ്വലദളനപരീതം രൗദ്രമസ്ത്രം ദധാനം ധനുരുപപദമസ്മേർ വേദമഭ്യാദിദേശ. ധനുർവേദത്തിൻ്റെ ഉപദേശത്തോട് കൂടിയിട്ടാണ്, അങ്ങനെ ശിവൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ കിരാതാർജുനീയം എന്ന കാവ്യം പൂർണ്ണമാകുന്നത്. ഈ കാവ്യത്തിനെ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിലെ കഥാംശം ഞാൻ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാവ്യത്തിലേക്ക് നോക്കുമ്പോൾ വനപർവ്വത്തിലെ ഈ ആഖ്യാനം തന്നെ എന്തിനായിരിക്കാം ഭാരവി തിരഞ്ഞെടുത്തത്? തനിക്ക് പറയാനുള്ള ആശയങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് ഓരോ കവിയും തൻ്റെ കഥാ ഇതിവൃത്തത്തെ നിബന്ധിക്കുന്നത്. ഇവിടെയും മഹാകാവ്യ നിയമങ്ങളനുസരിച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ രീതികളനുസരിച്ചിട്ട് മഹാഭാരതം എന്ന പ്രസിദ്ധമായ
ഇതിഹാസത്തെ സ്വീകരിക്കുന്ന കവി ഇതിലെ പ്രത്യേകമായ വനപർവ്വത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ 27 തൊട്ട് 41 വരെയുള്ള അധ്യായങ്ങളിലെ കഥയാണ് തിരഞ്ഞെടുക്കുന്നത്. വളരെ ശ്രദ്ധയോടെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. അതിലെ ആവശ്യമായ കാതലായ ഭാഗങ്ങളെ കവി വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നതായിട്ടും കാണാൻ പറ്റും. കവിയുടെ രാജ്യതന്ത്രജ്ഞതയും കവിയുടെ വിജ്ഞാനവും വളരെ വ്യക്തമാകുന്ന ഒരു കൃതിയായിട്ടാണ് നമുക്ക് ആ സന്ദർഭങ്ങളിൽ കിരാതാർജുനീയം അനുഭവപ്പെടുന്നത്. ഇന്ദ്രകീലം എന്ന പർവ്വതം, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, അവരുടെ കേളികൾ, അതുപോലെ ഋതുവർണ്ണന, ഹിമാലയ വർണ്ണന, ഇങ്ങനെ വിവിധ തര വർണ്ണനകൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ കാവ്യം. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് രാജ്യതന്ത്രം, പ്രജാപരിപാലന തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് കവിക്കുള്ള ശരിയായ അറിവ് കാവ്യരൂപേണ സമർത്ഥിക്കാൻ കവിക്ക് കഴിയുന്നുണ്ട്. തങ്ങളോട് കാണിച്ച അനീതിയോട് ശമത്തെ, അതായത് ക്ഷമയെ യുധിഷ്ഠിരൻ നിർദ്ദേശിക്കുമ്പോൾ തപസ്വിയായ വ്യാസനാണ് ഉടനടി തപസ്സിലൂടെ ശക്തിയാർജിച്ച് എതിരിടാൻ നിർദ്ദേശിക്കുന്നത്. തപോഭൂമിയിലെത്താനുള്ള കാലവിളംബം പോലും യക്ഷൻ മുഖേന അദ്ദേഹം ഒഴിവാക്കുന്നുണ്ട്. ഈ കൃതി മഹാഭാരതത്തിലെ ഒരു സന്ദർഭത്തിൻ്റെ പുനരാഖ്യാനം മാത്രമല്ല, കവിയുടെ രാജ്യതന്ത്ര വിജ്ഞാനത്തിൻ്റെ നിദർശനം കൂടിയാണ്. മഹാഭാരത സന്ദർഭത്തിൽ നിന്ന് കവി വരുത്തുന്ന ശ്രദ്ധേയമായ വ്യതിയാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാഭാരതത്തിലെ കഥാസന്ദർഭത്തിൽ നിന്ന് കവി വരുത്തുന്ന വ്യതിയാനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. മഹാഭാരതത്തിലെ ഭീമൻ ഉദ്ധതനായ ഒരു യോദ്ധാവ് മാത്രമാണ്. എന്നാൽ കിരാതാർജുനീയത്തിലാകട്ടെ വളരെ ശ്രദ്ധയോടുകൂടി രാജ്യതന്ത്രം അനുസരിച്ച് അത് പഠിച്ചു പറയുന്ന ഒരാളായിട്ടാണ് നമ്മൾ കിരാതാർജുനീയത്തിലെത്തുമ്പോൾ ഭീമസേനെ കാണുന്നത്. അതുപോലെ മഹാഭാരതത്തിലെ മറ്റൊരു പ്രധാന സന്ദർഭമാണ് വ്യാസൻ വന്ന് പ്രതിസ്മൃതി വിദ്യ ഉപദേശിക്കുകയും ആ വിദ്യ ഉപദേശിക്കുന്നത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ തനിക്ക് ലഭിച്ച പ്രതിസ്മൃതി വിദ്യ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ വിദ്യയുടെ പ്രഭാവം കൊണ്ടാണ് ഇന്ദ്രകീലം എന്ന പർവ്വതത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ വ്യാസനെ കൊണ്ട് കവി ചെയ്യിക്കുന്നത് യുധിഷ്ഠിരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ പ്രാപ്തി താൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അർജുനാണ് എന്നുള്ള നിലയ്ക്ക് സ്വയം അർജുനെ തിരഞ്ഞെടുക്കുകയും സ്വയം തന്നെ അർജുനനോട് തപസ്സിന് പോകാൻ ആവശ്യപ്പെടുകയുമാണ്. അങ്ങനെ ആവശ്യപ്പെടുന്നതിനോടൊപ്പം പ്രതിസ്മൃതി വിദ്യയല്ല ഇവിടെ പറയുന്നത്, ഒരു യക്ഷൻ്റെ സഹായമാണ് നൽകുന്നത്. ഇങ്ങനെ ഒരു വ്യതിയാനം അവിടെ വരുത്തുന്നുണ്ട്. അതായത് ധർമ്മിഷ്ഠനായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും യുധിഷ്ഠിരനേക്കാളും താൻ ഉദ്ദേശിക്കുന്ന കർത്തവ്യത്തിന് പ്രാപ്തനായിട്ട് അർജുനെ തപസ്വിയായിട്ടുള്ള വ്യാസൻ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ മഹാഭാരതത്തിലെ അർജുനൻ്റെ തപസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ദ്രൻ ഒരു മുനിവേഷധാരിയായിട്ട് വരികയും ശിവതപസ് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. എന്നാൽ കിരാതാർജുനീയത്തിൽ അങ്ങനെയല്ല. ഇന്ദ്രൻ തൻ്റെ പുത്രൻ്റെ തപശക്തി നല്ലവണ്ണം പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ശിവതപസ്സിന് നിർദ്ദേശിക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ ശിവൻ്റെ തപസ്സിനെ നിർദ്ദേശിക്കുകയല്ല ചെയ്യുന്നത്. മഹാഭാരതത്തിൽ കിരാതൻ വരുന്ന ഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കിരാതൻ്റെ പത്നിയായിട്ട് പാർവതിയും ശിവപാർവതിമാരാണ് രംഗത്ത് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല വരുന്നത്. കിരാതാർജുനീയത്തിൽ ശിവനും ശിവൻ്റെ ഗണങ്ങൾ മുഴുവനും എത്തിച്ചേരുന്നുണ്ട്. അർജുനനാകട്ടെ അവരോട് മുഴുവൻ യുദ്ധം ചെയ്യുകയും തൻ്റെ യുദ്ധത്തിലുള്ള കഴിവ് അവിടെ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പേരെ നേരിടാനുള്ള കഴിവ് വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. ശിവഗണങ്ങളെ മുഴുവൻ അർജുനൻ പരാജയപ്പെടുത്തുന്ന സന്ദർഭവും അതിലുണ്ട്. അപ്പോൾ അർജുനൻ്റെ വിവിധ തരത്തിലുള്ള യുദ്ധവൈദഗ്ധ്യത്തെ വെളിവാക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ആ സന്ദർഭം കവി ചിത്രീകരിക്കുന്നത്. മഹാഭാരതത്തിൽ യുദ്ധത്തിൽ ക്ഷീണിതനായി മോഹാലസ്യപ്പെടുന്ന അർജുനൻ ബോധം തിരിച്ചു കിട്ടുമ്പോൾ താൻ അർപ്പിച്ച മാല്യം, ശിവനെ പ്രീതിപ്പെടുത്താനായി താൻ ശിവലിംഗത്തിൽ അർപ്പിച്ച മാല്യം ഈ കിരാതൻ്റെ ശിരസിൽ കാണുമ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ശിവനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. കിരാതാർജുനീയത്തിലാകട്ടെ പലതരത്തിലുള്ള യുദ്ധമുറകൾക്കിടയിൽ മല്ലയുദ്ധം ചെയ്യുമ്പോൾ ശിവൻ്റെ കാലിൽ യാദൃച്ഛികമായിട്ട് യുദ്ധത്തിനിടയിൽ അർജുനൻ പിടിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ശിവൻ തൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞു അർജുനൻ എന്നുള്ളത് കൊണ്ട് ഇനി ഭക്തൻ്റെ മുമ്പിൽ തൻ്റെ രൂപം വെളിവാക്കുന്നതിരിക്കുന്നത് ഉചിതമല്ല എന്നുള്ള രീതിയിൽ രൂപം വെളിവാക്കുന്നത്. അപ്പോഴേക്കും ശിവൻ ഈ മല്ലയുദ്ധത്തിലടക്കം എല്ലാ യുദ്ധമുറകളിലും അർജുനൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മഹാഭാരതത്തിലെയും കിരാതാർജുനീയത്തിലെയും ദ്രൗപദി എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് നോക്കാം. ദ്രൗപദി എന്നുള്ള കഥാപാത്രം മഹാഭാരതത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. അച്ഛൻ്റെ രാജസദസ്സ് തൊട്ട്, ദ്രുപദ രാജാവിൻ്റെ പുത്രിയായ ദ്രൗപദി അച്ഛൻ്റെ രാജസദസ്സ് തൊട്ട് രാജനീതിയിൽ പ്രമുഖരായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള പലരുടെയും വാദങ്ങൾ കേട്ട് രാജനീതി സംബന്ധമായ പല വിജ്ഞാനങ്ങളെയും സ്വാംശീകരിച്ചിട്ടുള്ളവളാണ് പണ്ഡിത എന്ന് പറയപ്പെടുന്നു അവിടെ. അങ്ങനെയുള്ള
ദ്രൗപദിയാണ്. പലരുടെയും ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ദ്രൗപദി അവിടെ സംസാരിക്കുന്നത്. ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് ആണ് പ്രഹ്ലാദൻ്റെയും അതുപോലെ തന്നെ അങ്ങനെ പലരുടെയും അഭിപ്രായങ്ങളെ ഉദാഹരിച്ചുകൊണ്ടാണ് ദ്രൗപദി അവിടെ എന്താ പറയുക നമ്മുടെ യുധിഷ്ഠിരനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ അവിടെ ഭീമനുമുണ്ട് ആ സന്ദർഭത്തിൽ. അവിടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല ഈ ദീനാവസ്ഥകൾ, പാണ്ഡവന്മാരുടെ ദീനാവസ്ഥകളെ അവൾ വെളിവാക്കുകയും ക്ഷമയല്ല കർമ്മമാണ് ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ അവിടെ യുധിഷ്ഠിരൻ അവളെ പരിഹസിക്കുന്നത് നാസ്തിക മതപ്രഭാഷിണി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാസ്തികന്മാരുടെ അഭിപ്രായം പറയുന്നവളെ, ധർമ്മത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവളെ, വേദത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവളെ എന്ന് നിന്ദിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ അവിടെ ദ്രൗപദിയുടെ വാക്കുകൾക്ക് വിരാമമിടുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എന്താണ് തൻ്റെ മാർഗമാണ് ശരിയെന്നാണ് അവിടെ യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നത്. എന്നാൽ കിരാതാർജുനീയത്തിൽ കാണുന്ന യുധിഷ്ഠിരനും വ്യത്യസ്തനാണ്, ദ്രൗപദിയും വ്യത്യസ്തയാണെന്ന് പറയാൻ പറ്റും. വ്യാസൻ വന്ന് വിദ്യ നൽകുന്നത് വരെ മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ ഈ കാര്യത്തിൽ, തൻ്റെ ശത്രുവിനെക്കുറിച്ചുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കുന്നില്ല. തൻ്റെ പരാജയത്തിൽ ദുഃഖിതനായിട്ട് അതിൽ മറ്റ് കൗരവന്മാരുടെ ശക്തിയെക്കുറിച്ച് ആകുലനായിട്ട് വർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ, കിരാതാർജുനീയത്തിൽ എത്തുമ്പോൾ യുധിഷ്ഠിരൻ താൻ വനത്തിലെത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്നത് ഒരു വനേചരനെ ചാരനായി നിയോഗിക്കുകയാണ്. ഒരു രാജാവിന് യോജിച്ച പ്രവൃത്തിയാണ് ചാരന്മാരെ നിയോഗിച്ച് ശത്രുവിൻ്റെ ബലവും ശക്തിഹീനതയും തിരിച്ചറിയുക എന്നുള്ളത്. അതിനാദ്യം തന്നെ ഒരു ചാരനെ നിയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിരൻ രാജതന്ത്രജ്ഞൻ അല്ലാണ്ടല്ല ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ദ്രൗപദിയാകട്ടെ ഈ ചർച്ചയ്ക്ക് വിഷയമാകുന്നത്, ദ്രൗപദിയും ഈ ചർച്ചയിലേക്ക് എത്തിച്ചേരുന്നത് ഈ വനേചരൻ കൊണ്ടുവരുന്ന അസുഖകരമായിട്ടുള്ള, ഒട്ടും തങ്ങൾക്ക് സുഖം നൽകാത്ത ഒരു വാർത്തയ്ക്ക് മുകളിലാണ് ഇവരുടെ ചർച്ച വരുന്നത്. മഹാഭാരതത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് ഇവിടെ ദ്രൗപദിയും സംസാരിക്കുന്നത്. ഒരുപക്ഷെ ദ്രൗപദി അവിടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സംസാരിക്കുമ്പോൾ പണ്ഡിതയെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നാസ്തിക മതപ്രഭാഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഇവിടെ വളരെ സൗമ്യമായിട്ടാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഉള്ളിൽ ഒളിപ്പിച്ചൊരു പരിഹാസം ഭാരവി അവിടെ ദ്രൗപദിയുടെ വാക്കുകളിലെല്ലാം വെക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ അവിടെ ദ്രൗപദി പറയുന്നത് ഇങ്ങനെയാണ്: ഭവാദൃശേഷു പ്രമദാജനോചിതം ഭവത്യധിക്ഷേപ ഇവാനുശാസനം തഥാപി വക്തും വ്യവസായയന്തിമം നിരസ്തനാരീ സമയാദുരാതയ. അങ്ങേപ്പോലുള്ളൊരു രാജാവിൻ്റെ മുമ്പിൽ സ്ത്രീയായ ഞാൻ സംസാരിക്കുക എന്നത് ചിലപ്പോൾ അങ്ങയ്ക്ക് അധിക്ഷേപമായി തോന്നിയേക്കാം. അങ്ങനെയാണ് മഹാഭാരതത്തിൽ തോന്നുന്നത്. ആ സന്ദർഭത്തെ അവിടെ കവി മനോഹരമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ട് തുടരുകയാണ്: പക്ഷേ മാം വക്തും വ്യവസായേന്തി, എന്നെക്കൊണ്ട് പറയിക്കുന്നു എന്ത്? നിരസ്ത നാരീ സമയാ ദുരാതയ. നാരിക്ക് സഹജമായിട്ടുള്ള നിരന്തരമായ ആധികൾ, ഒരു ജീവിതത്തിൽ സ്ത്രീ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ സ്ത്രീ അനുഭവിക്കുന്ന ആധികൾ, ഭർത്താവിൻ്റെ പരാജയം കൊണ്ട്, ഇവിടെ ഭർത്താക്കന്മാരുടെ പരാജയം കൊണ്ട് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന നിരന്തരമായ ദുരാദികൾ. എന്നും സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ, സ്ത്രീകൾ നേരിടുന്ന അവമതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന പേരാണ് 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും നിരവധി തരത്തിലുള്ള അവമതികളെ നേരിടേണ്ടി വരുന്ന ദ്രൗപദി. അപ്പോൾ ആ ദ്രൗപദിയെ അങ്ങനെ പറയിക്കുന്നത് അവളുടെ നിരസ്ത നാരീ സമയാ ദുരാദയ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ദ്രൗപദിയെ സാധാരണ നമ്മൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാക്കി മാറ്റുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയാക്കി മാറ്റുന്നതിൽ കവിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പിന്നെ നാരീ സഹജമായ ദുരാധികളാണ് അവളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉള്ള യഥാർത്ഥ വസ്തുതകളെ ഒട്ടും മറയില്ലാണ്ട് പ്രതിപാദിക്കുന്ന ഒരു ആളും കൂടിയായിട്ടാണ് നമുക്കവിടെ ദ്രൗപദിയെ കാണാൻ പറ്റുന്നത്. യുധിഷ്ഠിരനോട് പറയുന്നത്, സ്വയം തൻ്റെ രാജലക്ഷ്മിയെ വലിച്ചെറിഞ്ഞവനാണ് നിങ്ങൾ. ഒരു ആവശ്യവുമില്ലാതെ വെറുതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചൂതുകളി വഴിയായി തൻ്റെ രാജ്യലക്ഷ്മിയെ വലിച്ചെറിഞ്ഞ ആളാണ് രാജാവ് എന്ന് പറയുന്നുണ്ട്. ഒരു മതയാന തൻ്റെ ശിരസ്സിലണിഞ്ഞ ഒരു മനോഹരമായ മാല്യത്തെ എന്നതുപോലെ മനോഹരമായ ഒരു രാജ്യത്തെ വലിച്ചെറിഞ്ഞവനാണ് അല്ലയോ രാജാവേ നിങ്ങൾ എന്ന് തുറന്നു പറയാൻ ഒരു മടിയും ഇവിടെ ദ്രൗപദി കാണിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പല മഹാഭാരതത്തിലെ പോലെ പാണ്ഡവന്മാരുടെ ദുരവസ്ഥകളെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിനോടൊപ്പം ദ്രൗപദി ഒരു ഉറപ്പ് കൊടുക്കുന്നു: ഇവരുള്ളിടത്തോളം, ഈ പാണ്ഡവ സഹോദരന്മാരുള്ളിടത്തോളം അങ്ങയുടെ വിജയം ഉറപ്പാണ്, അങ്ങക്ക് ഒരു തരത്തിലും പരാജയം സംഭവിക്കില്ല എന്ന് രാജാവിനോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ദ്രൗപദി. ഈ ദ്രൗപദിയുടെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട്, ഒരുപക്ഷെ ദ്രൗപദിയുടെ വാക്കുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പിന്നീട് ഭീമനും സംസാരിക്കുന്നത്. ഭീമൻ പറയുന്നത്, ഒരു മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കട്ടോ.
ഭീമൻ പറയുന്നത് യദവോചത വീക്ഷ്യമാനിനി പരിതസ്നേഹമയേന ചക്ഷുഷ അഭിവാഗധിപസ്യ ദുർവചം വചനം തദ് വിദധീത വിസ്മയം. വാഗധിപന് പോലും, വാക്കിൻ്റെ അധിപനായിട്ടുള്ള ആൾക്ക് പോലും പറയാൻ എളുപ്പമല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ദ്രൗപദി തൻ്റെ വാക്കുകളിലൂടെ വെളിവാക്കിയത് എന്ന് ദ്രൗപദിയുടെ വാക്കുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഭീമസേനും അവിടെ സംസാരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ശാന്തിയാണ് നല്ലത്, ക്ഷമയാണ് നല്ലത് എന്നാണ് യുധിഷ്ഠിരൻ്റെ നിലപാട്. അദ്ദേഹം ധർമ്മത്തെയാണ് മുഖ്യമായിട്ടും പിന്തുണയ്ക്കുന്നതായിട്ട്. അത് ധർമ്മമല്ല, കളിയിൽ പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് ധർമ്മമല്ല, അവസരം വരട്ടെ എന്നുള്ളൊരു നിലപാടാണ് യുധിഷ്ഠിരൻ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നത് എങ്കിൽ അവിടെ വളരെ ശക്തമായിട്ട് ദ്രൗപദി പറയുന്നു, ധർമ്മം ഒറ്റയ്ക്ക് നിലനിൽക്കില്ല, കാമവും അർത്ഥവും കൂടാതെ ധർമ്മം ഒരിക്കലും നിലനിൽക്കില്ല, അത് മൂന്നും ഒന്നിച്ചു പോകേണ്ടതാണ്. ഇങ്ങനെ അർത്ഥശാസ്ത്രമൊക്കെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു രാജനീതിയെയും ഭരണപദ്ധതിയെയുമാണ് ദ്രൗപദിയുടെ വാക്കുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും രാജനീതി സങ്കല്പത്തെക്കുറിച്ച് ഭാരവിയുടെ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ പറയുന്ന 6-ാം നൂറ്റാണ്ട് AD കാലഘട്ടത്തിലൊക്കെ തന്നെ നിലനിന്നിരുന്ന ഒരു രാജനീതി സങ്കല്പത്തെക്കുറിച്ച്, പ്രജാതൽപരതയെക്കുറിച്ച് എല്ലാമുള്ള വലിയ ആശയങ്ങളെ അദ്ദേഹം ഈ കൃതിയിൽ കൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് അകർമ്മണ്യതയല്ല, കർമ്മത്തിലൂടെ മാത്രമേ വിജയത്തിലെത്തൂ എന്ന ആശയത്തെയാണ് കാവ്യം ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, മഹാഭാരത യുദ്ധം ചിത്രീകരിച്ചിട്ടുള്ളതിൽ ഒരു സ്ഥലത്തും അർജുനൻ പാശുപതം എന്നുള്ള അസ്ത്രത്തെ ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല. അർജുനന് ലഭിച്ച ദിവ്യാസ്ത്രം കൊണ്ടല്ല പാണ്ഡവർ ഭാരത യുദ്ധം ജയിക്കുന്നത്. പക്ഷേ ഈ ദിവ്യാസ്ത്ര ലാഭത്തിന് വേണ്ടി അർജുനൻ അനുഷ്ഠിക്കുന്ന ഘോര തപസ്സും നേരിടുന്ന കടുത്ത യുദ്ധവും, അതായത് സാധാരണ യുദ്ധവീരനോടല്ല മത്സരിക്കുന്നത്, ലോകൈക വീരനായ ത്രിപുരദാഹകനായ ശിവനോട് തോൽക്കാതെ പടപുരുതി നിൽക്കുകയാണ് അവിടെ അർജുനൻ ചെയ്യുന്നത്. അർജുനൻ്റെ ആത്മവിശ്വാസത്തെ വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ തപസ്സും ഈ യുദ്ധവും. ഈ ആത്മവിശ്വാസവും പ്രയത്നവുമാണ് അവരെ വിജയികളാക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് വ്യാസൻ തൻ്റെ പക്ഷത്തിൻ്റെ കഴിവിൽ യുധിഷ്ഠിരൻ ശങ്കാലുവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ പക്ഷത്തിൻ്റെ മികവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, തൻ്റെ പക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തപസ്സും ദിവ്യാസ്ത്ര ലാഭവും നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കർമ്മണ്യത, കർമ്മമാണ് പ്രധാനം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്ന, ജീവിതം വിശ്രമിക്കുന്നവർക്കുള്ളതല്ല പൊരുതുന്നവർക്ക് മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരാശയത്തെ ഭാരവി തൻ്റെ കാവ്യത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. രാജനീതി സങ്കല്പത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ശ്രദ്ധേയമായ ഒരുപാട് ആശയങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാവ്യമാണ് കിരാതാർജുനീയം. ഇന്നും പ്രസക്തമായ പല ചിന്തകളും ഈ ഉദാത്തമായ കാവ്യത്തിലുണ്ട്.